നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. പ്രധാന വാർത്തകൾ. മാണിയുടെ ബജറ്റ് അവതരണത്തെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താൽ കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. നാടെങ്ങും ഇടതിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ. പത്തനാപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന LDF കേരള കോൺഗ്രസ് എം സംഘർഷത്തിന്റെ അലയൊലികൾ അടങ്ങുന്നില്ല. സംഘർഷത്തിന് കാരണക്കാർ മാണി ഗ്രൂപ്പ് പ്രവർത്തകരെന്ന് CPI, മാർക്സിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് പാർട്ടി എന്ന് CR നജീബ്. കിഴക്കൻ മേഖലയിൽ വീണ്ടും അക്വേഷ്യ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നീക്കം. കരാർ പുതുക്കി നൽകാനുള്ള വനം വകുപ്പിന്റെ നീക്കത്തിൽ പ്രതിഷേധം വ്യാപകം. മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോയ ഇളമ്പൽ സ്വദേശി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. LDF നേതൃത്വത്തിൽ ശനിയാഴ്ച സംസ്ഥാനത്ത് നടത്തിയ ഹർത്താൽ കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താലിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ബജറ്റ് അവതരണത്തിനിടെ നിയമസഭയിൽ ഇടതുപക്ഷ MLA-മാരെ UDF MLA-മാരും വാച്ചാൻവാടും ചേർന്ന് മർദ്ദിച്ചതായി ആരോപിച്ച് LDF ശനിയാഴ്ച സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്തിരുന്ന ഹർത്താൽ കിഴക്കൻ മേഖലയിൽ പൂർണ്ണമായിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. പുനലൂരിൽ ഇരുചക്ര വാഹനങ്ങളും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ലാബുകളും മെഡിക്കൽ സ്റ്റോറുകളും പ്രവർത്തിച്ചു. ബാറുകൾ തുറന്നിരുന്നെങ്കിലും സമരാനുകൂലികളെത്തി ഇത് അടപ്പിച്ചു. ഹർത്താലിന് മുൻകരുതൽ എന്ന നിലയിൽ പട്ടണത്തിൽ സ്ഥാപിച്ചിരുന്ന UDF അനുകൂല ഫ്ലക്സ് ബോർഡുകൾ പോലീസ് തന്നെ നീക്കം ചെയ്തിരുന്നു. പട്ടണത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം പോലീസിനെയും വിന്യസിച്ചിരുന്നു. കുളത്തൂപ്പുഴയിലും ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. ഹർത്താലിൽ കുളത്തൂപ്പുഴ മാർക്കറ്റിനുള്ളിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചിരുന്നത് ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. ഇത് സമരക്കാരും വ്യാപാരികളും തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമായി. തുടർന്ന് LDF പ്രവർത്തകർ മാർക്കറ്റ് കവാടത്തിൽ സംഘടിക്കുകയും മാർക്കറ്റിലെത്തുന്നവരെ തടയുകയും ചെയ്തു. പത്തനാപുരത്തും ഹർത്താൽ പൂർണ്ണമായിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ, പത്തനാപുരം, കുളത്തൂപ്പുഴ. ശനിയാഴ്ച LDF ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് പുനലൂരും കുളത്തൂപ്പുഴയിലും പ്രകടനം സംഘടിപ്പിച്ചു. പുനലൂരിൽ നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താലിനോടനുബന്ധിച്ച് പുനലൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രകടനം TB ജംഗ്ഷൻ വഴി ടൌൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ചരിത്രത്തിലാദ്യമാണ് സമരത്തിന്റെ ഭാഗമായി നിയമസഭാ സാമാജികന്മാർ നിയമസഭയിൽ കിടന്ന അനുഭവമുണ്ട്. കേരളത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മന്ത്രിമാരും ഭരണകക്ഷി MLA-മാരും നിയമസഭയിൽ അന്തിയുറങ്ങി. കേരള നിയമസഭയെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മാണിയെക്കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ ജനങ്ങളെയും എല്ലാ ഭരണഘടനാ വ്യവസ്ഥകളെയും അട്ടിമറിക്കാൻ ഉമ്മൻചാണ്ടിയും കൂട്ടർ ശ്രമിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാരനായിട്ടുള്ള ബഹുമാനായ സ്പീക്കർ ശക്തനും പറയുന്നത് മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ്. ബഡ്ജറ്റ് സമ്മേളനം എന്ന് പറഞ്ഞാൽ നിയമസഭാ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ നിയമസഭാ സാമാജികന്മാരുടെ 5 ഇരട്ടി വാച്ചാൻവാർഡ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട്, ഇവിടെ കാക്കി ഉടുപ്പിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ വാച്ചാൻവാർഡാവുമ്പോൾ അവർക്ക് വെള്ള വസ്ത്രം നൽകും. വാച്ചാൻവാർഡ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ നിയമസഭാ ഹാളിനുള്ളിൽ വിന്യസിച്ചുകൊണ്ട് ഒരു നിലയിലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ബഡ്ജറ്റ് പ്രസംഗം നടത്താനുള്ള വെറുതാവിൽ ശ്രമമാണ് ഇന്നലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടത്തിയത്.
കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തീരാ കളങ്കമാണ് മാണിയുടെ ബജറ്റ് ദിനമെന്നും ആയിരക്കണക്കിന് വാച്ച് ആൻഡ് വാർഡിനെ നിയമസഭയിൽ അണിനിരത്തി ഇരിപ്പിടം മാറി അവതരിപ്പിച്ചെന്നും പറയുന്ന ബജറ്റ് ജനങ്ങൾ ഉൾക്കൊള്ളില്ലെന്നും ജോർജ് മാത്യു പറഞ്ഞു. സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജോബോയ് പെരേര അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് എസ് നേതാവ് മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ കെ രാധാകൃഷ്ണൻ, MA രാജഗോപാൽ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് PA അനസ്, അഡ്വക്കേറ്റ് P സജി, R പ്രസാദ്, J ഡേവിഡ്, UK അബ്ദുൽ സലാം, KA ലത്തീഫ്, VS പ്രവീൺകുമാർ, NP ജോൺ, VP ഉണ്ണികൃഷ്ണൻ, J ജ്യോതികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുളത്തൂപ്പുഴയിലും LDF നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കുളത്തൂപ്പുഴ CPM ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ജമാഅത്ത് ജംഗ്ഷൻ മാർക്കറ്റ് കവല ചുറ്റി തിരികെ UPS ജംഗ്ഷനിൽ സമാപിച്ചു. മറുപടി പറയൂ ഉമ്മൻചാണ്ടി, മറുപടി പറയൂ കോൺഗ്രസ്. തിരിച്ചടിക്കും കട്ടായം, കാക്കിത്തൊപ്പി ധരിച്ചിടാൻ. LDF നേതാക്കളായ S ഗോപകുമാർ, B രാജീവ്, P അനിൽകുമാർ, S മോഹൻപിള്ള, KK എബ്രഹാം, വിശ്വകുമാർ, ഷൈജു ഷാഗുൽ ഹമീദ്, സുഭാഷ്, രാജീവ്, നിസാർ, പ്രമോദ്, വിഷ്ണു, ബിനോയ്, രതീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ, കുളത്തൂപ്പുഴ. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ മാവോയിസ്റ്റ് പാർട്ടിയെന്ന് KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. പത്തനാപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് CR നജീബിന്റെ പ്രതികരണം. മാർക്സിസ്റ്റ് പാർട്ടി ഇന്നൊരു മാവോയിസ്റ്റ് പാർട്ടിയാണ്. ജനങ്ങളുടെ തലവെട്ടുന്ന പാർട്ടിയാണ്. ഗുണ്ടായുസവും അക്രമവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി, കലാപങ്ങൾ ഉണ്ടാക്കി, സാധാരണക്കാരെ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കും. ഗുണ്ടായുസം കാണിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുമുന്നണി MLA-മാർ സ്ത്രീകളെ മുൻനിർത്തി പുരുഷന്മാരെ കടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ആ MLA-മാർ അങ്ങനെ അക്രമങ്ങൾ കൊണ്ടും അനീതികൾ കൊണ്ടും ഈ കേരള നിയമസഭയെ അക്രമത്തിലേക്ക് നയിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ സമീപനത്തെ ഞങ്ങൾ അങ്ങേയറ്റം അപലപിക്കുന്നു. അതിനെതിരായി പ്രതിഷേധം നടത്തിയ അല്ലെങ്കിൽ ഇവിടുത്തെ MLA-യുടെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കുള്ള പോക്കിനെതിരായി നടത്തിയ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയും പിണിയാളുകളും കൂടി ശ്രമിച്ചാൽ അതിനെ ശക്തമായി നേരിടും. അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു, ശക്തമായി പ്രതിഷേധിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാടിന് കല്ലേറിൽ പരിക്കേറ്റ സംഭവം അപലപനീയമാണെന്നും LDF-ന്റെ അക്രമ രാഷ്ട്രീയം പത്തനാപുരത്ത് വിലപ്പോകില്ലെന്നും ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ UDF-ന് കഴിയുമെന്നും CR നജീബ് പ്രതികരിച്ചു. ഈ അപമാനകരമായ നിലപാടിൽ പ്രതിഷേധിക്കുന്നതിനു വേണ്ടി പ്രകടനം നടത്തിയ ബെന്നി കക്കാടും K അനിൽ അടക്കമുള്ള UDF-ന്റെ നേതാക്കന്മാരെ ആക്രമിച്ചതിൽ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുമുന്നണിയും ചില ആളുകളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ പ്രാപ്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അതേസമയം പത്തനാപുരത്തുണ്ടായ രാഷ്ട്രീയ സംഘർഷം ദൌർഭാഗ്യകരമെന്ന് CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ. സംഘർഷത്തിൽ LDF-ന് ബന്ധമില്ലെന്നും പ്രകോപനം സൃഷ്ടിച്ചത് കേരള കോൺഗ്രസ് M പ്രവർത്തകരാണെന്നും ജിയാസുദ്ദീൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രകടനം സംഘടിപ്പിക്കുന്നതിന് സമാന്തരമായി പ്രകടനം സംഘടിപ്പിച്ചു. അതാണ് പ്രകോപനത്തിന് കാരണമായത്. അങ്ങനെ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവർക്കും പ്രകടനം നടത്താനും പ്രതിഷേധിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും പിന്തുണ പ്രഖ്യാപിക്കാനും എല്ലാം ഉള്ള അവകാശവും. പക്ഷേ ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലയിൽ പെരുമാറേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പെരുമാറ്റം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. സ്വാഭാവികമായി രണ്ട് പ്രകടനങ്ങൾ സമാന്തരമായി വന്നപ്പോൾ അത് പ്രകോപനപരമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് നിർഭാഗ്യകരമായി പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബോധപൂർവം അങ്ങനെ ഒരു അക്രമ പ്രവർത്തനം നടത്തിയിട്ടില്ല. എന്നാൽ UDF ആണ്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് ഇന്നലെ പത്തനാപുരത്ത് പ്രകോപനപരമായ സാഹചര്യം ഉണ്ടാക്കി ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം പത്തനാപുരത്തുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് നടന്ന കേരള കോൺഗ്രസ് B നിയോജക മണ്ഡലം കൺവെൻഷനിൽ UDF-ന് രൂക്ഷ വിമർശനം. അഴിമതി നിറഞ്ഞ ഭരണമെന്ന് MLA KB ഗണേഷ് കുമാർ. പത്തനാപുരം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന നിയോജക മണ്ഡലം കൺവെൻഷനിലാണ് UDF നേതൃത്വത്തിനെതിരെ KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. കഴിഞ്ഞ 25 വർഷമായി കാണാത്ത രംഗങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ പുതിയ മണ്ഡലം പണിഞ്ഞതിനു ശേഷം ചരിത്രത്തിൽ ആദ്യമായി കാണുന്ന രംഗങ്ങളാണ് ഈ രംഗങ്ങൾ. ഈ രംഗങ്ങളിലേക്ക് എന്ത് നയിച്ചു എന്ന് ആലോചിക്കണം.
അഴിമതിക്കാരനായ ഒരു മനുഷ്യൻ പറയുമ്പോൾ അദ്ദേഹം ഒന്ന് മാറി നിൽക്കണം. അദ്ദേഹം കരുത്തനാണെന്നല്ലേ പറയുന്നത്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് സംസ്ഥാനത്തിന്റെ പോലീസിനെ നയിക്കുന്ന, പോലീസ് അന്വേഷിക്കുന്ന കുറ്റത്തെ കുറിച്ച് പോലീസ് വകുപ്പിലെ മന്ത്രി പറയുന്ന കുറ്റം ചെയ്തിട്ട് കുഴപ്പമില്ല, മുഖ്യമന്ത്രി പറയുന്ന കുറ്റം ചെയ്തിട്ട് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വിജിലൻസ് കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടുണ്ടായാലും ആരും പറയാതെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാവും. അപ്പൊ അത് 10 ദിവസം കഴിഞ്ഞ് കിട്ടുമെങ്കിൽ അത് കിട്ടിയിട്ട് തിരിച്ചു വന്നാൽ ഈ പ്രകടനത്തിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് കഴിയുമ്പോൾ എന്താ ബഡ്ജറ്റ് അനുവദിക്കാൻ ശ്രീ വി. ഡി. ജോസഫിനെ ഏൽപ്പിച്ച മതിയായിരുന്നു. സ്വന്തം പാർട്ടിക്കാരെങ്കിൽ വേണ്ടവരുടെ എഴുതിയുണ്ടാക്കി അദ്ദേഹം വായിക്കട്ടെന്ന് പറയണ്ടേ? അത് ചെയ്യാതെ ഈ രംഗമെല്ലാം ഉണ്ടാക്കിയത് പറയാനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരം അഴിമതിക്ക് കൂട്ടുകൊടുക്കുന്ന ആരാണെങ്കിലും അവർ വലിയ വിലകൊണ്ടിരിക്കും. ഇപ്പൊ ഭൂരിപക്ഷം സർക്കാർ ആയിക്കോട്ടെ. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്. അതിലെത്തുമ്പോൾ ജനങ്ങൾ കയ്യിൽ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വോട്ട് ചെയ്ത വിഷയം കൈ കിട്ടുമ്പോൾ ഈ അഴിമതിക്കെതിരെ അതിശക്തമായി പ്രതികരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് AR ബഷീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ റജിമോൻ വർഗീസ്, ശരണ്യ മനോജ്, ഉസ്മാൻ സാഹിബ്, ഷിബു എബ്രഹാം, വിജയകുമാർ, ജില്ലാ നേതാക്കളായ KK തോമസ്, PG ഡാനിയൽ, MP ഗോപിനാഥപിള്ള, സക്കീർ മാങ്കോട്, വാസുദേവൻ പിള്ള, രാമചന്ദ്രൻ പിള്ള, രാധാകൃഷ്ണൻ, രവി ചെക്കുവരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പാർട്ടി ചെയർമാൻ R ബാലകൃഷ്ണപിള്ളയ്ക്കും KB ഗണേഷ് കുമാർ MLAയ്ക്കും പിന്തുണയും അഭിവാദ്യവും അർപ്പിച്ച് പത്തനാപുരം നഗരത്തിൽ കേരള കോൺഗ്രസ് ബി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മലയോരവാസികളെ ദുരിതത്തിലാക്കി വനമേഖലയിൽ വീണ്ടും യൂക്കാലി, അക്വേഷ്യ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നീക്കം. നിലവിൽ കരാർ അവസാനിച്ചിട്ടും വീണ്ടും അനുമതി നൽകിയ വനംവകുപ്പിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. മലയോര മേഖലയായ കറവൂർ, വന്മള, കാരിക്കുഴി, പള്ളന്തറ, കടക്കാമൺ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് യൂക്കാലി, അക്വേഷ്യ മരങ്ങൾ വീണ്ടും വെച്ചുപിടിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. പ്രകൃതി മനോഹാരിത നിറഞ്ഞുനിന്ന സ്വാഭാവിക വനപ്രദേശമായ ഇവിടം 12 വർഷങ്ങൾക്ക് മുമ്പാണ് വെട്ടിനശിപ്പിച്ച് അക്വേഷ്യ, യൂക്കാലി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. ഇതിനായി സ്വകാര്യ കമ്പനിക്കാണ് സർക്കാർ അനുമതി നൽകിയത്. കരാർ അവസാനിച്ചാലുടൻ പ്രദേശത്തെ സ്വാഭാവിക വനമാക്കി സംരക്ഷിക്കുമെന്ന ഉപാധികളോടെയായിരുന്നു അനുമതി. എന്നാൽ 12 വർഷത്തിനുശേഷം HML എന്ന സ്വകാര്യ കമ്പനിക്ക് കരാർ പുതുക്കി നൽകാനുള്ള തീരുമാനമാണ് പ്രദേശത്തെ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നത്. യൂക്കാലി, അക്വേഷ്യ മരങ്ങളുടെ പൂവിൽ നിന്നും ആസ്മ, അലർജി അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുമുണ്ട്. കൂടാതെ ഇവയുടെ വേരുകൾ മണ്ണിൽ താഴ്ന്നിറങ്ങി പ്രദേശത്തെ ജലം മുഴുവൻ വലിച്ചെടുക്കുകയും ചെയ്യും. ഇതിനാൽ പ്രദേശത്തെ മിക്ക ജലസംഭരണികളും വറ്റിവരണ്ടു കഴിഞ്ഞു. വെള്ളം കിട്ടാതെ വന്യമൃഗങ്ങളും നാട്ടിലിറങ്ങി വിഹരിക്കുന്നത് പതിവാണ്. പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ഭീഷണിയായ ഇത്തരം മരങ്ങൾ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി പകരം പ്രദേശം സ്വാഭാവിക വനമേഖലയാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കഴിഞ്ഞ 10-15 വർഷക്കാലം മുമ്പ് ഈ മാഞ്ചി ഇവിടെ പ്ലാൻ ചെയ്യാൻ വരുമ്പോൾ തന്നെ നമ്മൾ സർക്കാരിലും ഫോറസ്റ്റിന്റെ ഉന്നത അധികാരികൾക്കും ഈ മാഞ്ചിയം കൊണ്ടും അക്വേഷ്യ കൊണ്ടും ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ നമ്മൾ വളരെ വിവരണീയമായിട്ട് തന്നെ അവരെ ബോധിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. യൂക്കാലി, തേക്ക് ഇതൊക്കെ കൊണ്ടുള്ള വിഷയങ്ങൾ. എന്നിട്ട് അതിലുപരി അവരന്ന് നമുക്ക് വാക്ക് തന്നിരുന്നത് 12 വർഷം കഴിഞ്ഞ് മുറിച്ച് മാറ്റി കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഒരു പ്ലാന്റ് ഇവിടെ വരില്ല, അതിന് നിങ്ങൾക്കുള്ള ഉറപ്പ് നമ്മളിപ്പോൾ തരികയാണെന്ന് പറഞ്ഞ് അവരങ്ങനെ നമുക്ക് ഉറപ്പ് തരികയും നമ്മളത് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ മാഞ്ചം മുറിച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഈ ജനദ്രോഹപരമായിട്ടുള്ള വൃക്ഷങ്ങൾ, തേക്ക്, മാഞ്ചിയം, അക്കേഷ്യ, യൂക്കാലി, ഇതാണ് അവർ വീണ്ടും യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളം എന്ന് പറയുമ്പോൾ ഈ യൂക്കാലി വെള്ളം വലിച്ചെടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് മാഞ്ചിയം. ഈ മാഞ്ചിയമൊക്കെ പൂത്ത് കഴിയുമ്പോൾ അതിന്റെ പൂത്ത് കണ്ടുണ്ടാകുന്ന പൂവിന്റെ ഫലമായിട്ട് ചെറിയ കുട്ടികൾ, മുതിർന്ന സ്ത്രീകൾ, പുരുഷന്മാർ, എല്ലാ ജനങ്ങളും, പൊതുജനങ്ങളായ എല്ലാവർക്കും ഇതുകൊണ്ട് വളരെയധികം ദോഷം ചെയ്യുന്ന ആസ്മ, ക്യാൻസർ ഇതുപോലുള്ള രോഗങ്ങൾ അത് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അവരുടെ വീടിന്റെ മുറ്റത്തോ പ്രദേശങ്ങളിലോ ഇതില്ലാത്തതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ദോഷഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ താമസിക്കുന്ന പ്രദേശവാസികളുടെ വീടിന്റെ അടുത്തും ഈ പൊതുജനങ്ങളുടെ വീടിന്റെ അടുത്തും കൊണ്ട് വീടിനോട് ചേർന്ന് അവരുടെ വസ്തുവിനോടും ചേർന്ന് ഈ നടന്ന ഒരു ശീലം ഫോറസ്റ്റും ഉന്നത അധികാരികളും കൈക്കൊള്ളുകയാണ്. അതിനെതിരെ ഇവിടുത്തെ പൊതുജനങ്ങൾ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അതിന് നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ പൊതുജനം ഒന്നാകെ ഈ നാട്, ഈ പ്രദേശത്ത് നമ്മളെ അനുകൂലിക്കുന്ന എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് നമ്മളൊരു വൻ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലോട്ട് നീങ്ങും എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആയിരക്കണക്കിന് കർഷകർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പെറുവന്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കറവൂർ 7-ാം വാർഡും അതുപോലെ വന്മളയുള്ള പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് കർഷകർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ മേഖല. ഈ മേഖലയിൽ 25 വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കാട്ടുപന്നികളുടെ ശല്യമാണ്. ഏറ്റവും അധികം ദുരിതം ഞങ്ങൾ അനുഭവിക്കുന്നത്. കൃഷികളൊന്നും ചെയ്യാൻ വയ്യ. ഇപ്പോഴാണെങ്കിൽ കാച്ചിൽ, ചേന,
പയറുവർഗ്ഗങ്ങളെ ഈ ഒരു കൃഷികൾ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റബ്ബറിന് വില കുറഞ്ഞപ്പം റബ്ബറിൽ നിന്ന് ഇപ്പൊ കർഷകർ മറ്റ് കൃഷിയിലേക്ക് പോകാൻ നോക്കത്തില്ല. ഈ പന്നിയെയും അതുപോലെ കുരങ്ങനെയും അതുപോലെ കീരി കാട്ടുമൃഗങ്ങളെല്ലാം ഇപ്പൊ കാട്ടിലല്ല നാട്ടിലാണ്. പകൽ പോലും പന്നികളുടെ ശല്യം കൊണ്ട് കിടന്നു കൊടുക്കാൻ വയ്യ. അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങള് മാഞ്ചിയം, അക്കേഷ്യ, അൽബീസിയ, അതുപോലെ തേക്ക് എന്നീ വൃക്ഷത്തൈകൾ വീണ്ടും 25 കൊല്ലത്തിന് ശേഷം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ മേപ്പടി സ്ഥലത്തേക്ക് മേപ്പടി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുക. ഇപ്പൊ പ്ലാന്റ് കഴിഞ്ഞ പുതിയ പ്ലാന്റിന് വേണ്ടിയുള്ള ശ്രമം കാടെല്ലാം വെട്ടി ചുട്ട് നശിപ്പിക്കുക. കൊച്ചു കൊച്ചു വൃക്ഷത്തൈകൾ വെട്ടികൾ ഏതെല്ലാം സൈസ് വെട്ടി വൃക്ഷങ്ങള്, അതുപോലെ പുല്ലാഞ്ഞി, അങ്ങനെ നിരവധിയായ വൃക്ഷ തൈകൾ വളർന്നു വരുന്ന നാനാതരം വൃക്ഷത്തൈകൾ വളർന്നു വരുന്ന മുഴുവൻ വെട്ടി നശിപ്പിച്ച് ഈ ചെകുത്താന്റെ വൃക്ഷങ്ങൾ ഈ മാഞ്ചിയം, അക്വേഷ്യ, യൂക്കാലി, തേക്ക് ഇത് വീണ്ടും വെച്ചുപിടിപ്പിക്കാനുള്ള ശ്രമമാണ്. ഫോറസ്റ്റ് അധികൃതരുടെ ഈ പ്രവർത്തനത്തെ ഞങ്ങൾ തടഞ്ഞു. ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശക്തമായ സമര നടപടികളിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. ലൈവ് വാർത്ത പത്തനാപുരം. സംസ്ഥാനത്ത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥിതി അപകടാവസ്ഥയിലാണെന്ന് മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള. സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടുകളാണ് അധികാരികൾ സ്വീകരിക്കുന്നതെന്നും പിള്ള പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥിതി അപകടകരമാണ്. സുപ്രീം കോടതി ന്യായമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം വീണ്ടും ഈ രാജ്യത്ത് അപകടത്തിലാണ്. പാവപ്പെട്ടവരെ കൊണ്ടിട്ടുള്ളൊന്നും ഉണ്ടാകുന്നില്ല. ഏത് നിമിഷവും ഇത് തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള നയങ്ങളാണ് ഇന്ന് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത് എവിടത്തെ നെറ്റോട് തരുന്നത് കേസിൽ പഴിക്കുന്നത് മേമ്പോട് കിട്ടുന്ന കാര്യങ്ങളിലേക്കാണ്. സഹകരണ പ്രസ്ഥാനം വളർന്നു വന്നപ്പോൾ അതിനെ മുക്കിക്കൊല്ലാനാണ് അധികാരികളുടെ ഇന്നത്തെ ശ്രമം. രാഷ്ട്രീയമായ വാശി തീർക്കാൻ കയ്യിലില്ലാത്ത സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നതായും കുത്തകളെ സഹായിക്കാനാണ് ഭരണനേതൃത്വം ശ്രമിക്കുന്നതെന്നും പിള്ള ആരോപിച്ചു. രാഷ്ട്രീയമായ വാശി തീർക്കാൻ നമ്മുടെ രാജ്യത്തെ കയ്യിലില്ലാത്ത സഹകരണ സംഘങ്ങളെ നശിപ്പിക്കുക എന്ന് പറയും രാഷ്ട്രീയക്കാർ തന്നെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് സംശയമായ ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് നശിപ്പിക്കുക എന്നുള്ള നയമാണ്. മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിൽ ഇരുന്നുകൊണ്ട് കുത്തകയിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുപോകുന്ന നയമാണ്. നമ്മൾ ആലോചിക്കുന്നത് ഇപ്പൊ ന്യൂസ് ബ്യൂറോ തൊണ്ടൂർ. മലയാറ്റൂർ പള്ളിയിൽ തീർത്ഥാടനത്തിന് പോയ ഇളമ്പൽ സ്വദേശിയായ യുവാവ് വാഹനാപകടത്തിൽ മരിച്ചു. ഇളമ്പൽ ചീവോട് കോവിലകം വീട്ടിൽ മാത്യു റോസമ്മ ദമ്പതികളുടെ മകൻ ബിനു മാത്യു ആണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. സുഹൃത്തിനൊപ്പം മലയാറ്റൂർ പള്ളിയിലേക്ക് പോകും വഴി കുറവിലങ്ങാട് വെച്ച് പിന്നാലെ വന്ന വാഹനം ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു അത്രേ. ഇടിയുടെ ആഘാതത്തിൽ ബിനു റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇദ്ദേഹം അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. സഹയാത്രികനായ സുഹൃത്ത് ഇമ്മാനുവലിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ബിനുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പുനലൂരിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുറ്റിക്കോണം മാക്കന്നൂർ ക്രിസ്തുരാജ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. ജിനുവാണ് ബിനുവിന്റെ സഹോദരി. ലൈവ് വാർത്ത പുനലൂർ. ഹാരിസൺ മലയാളം കമ്പനിയിലെ ലയങ്ങൾ പൊളിച്ചു നീക്കുന്നതിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത്. തകർച്ചയിലായ ലയങ്ങൾ പൊളിക്കാതെ തകരാറില്ലാത്തവ പൊളിച്ചു നീക്കുന്നതിലാണ് ബിജെപിയുടെ പ്രതിഷേധം. ഹാരിസൺ മലയാളം ലിമിറ്റഡിലെ വെഞ്ചർ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വെഞ്ചർ, ഫ്ലോറൻസ് എന്നിവിടങ്ങളിലെ ലയങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ലയങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു. എന്നാൽ പൊളിച്ചു നീക്കുന്നവയ്ക്ക് പകരം പുതുതായി ലയങ്ങൾ നിർമ്മിക്കാൻ കമ്പനി മാനേജ്മെന്റ് തയ്യാറാകുന്നുമില്ല. തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള കമ്പനിയുടെ നീക്കമാണ് ഇത്തരത്തിൽ ലയങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് പിന്നിലെന്നാണ് ആക്ഷേപം. ബിജെപി ആര്യങ്കാവ് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയ ലയങ്ങളുടെ ഭാഗത്ത് കൊടിനാട്ടി. വെഞ്ചർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ ബിനാമികളെ ഉപയോഗിച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും ഇവിടെ നിന്നും കടത്തുകയാണെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു. ഈ മേട്ടലയം എന്നറിയപ്പെടുന്ന ലയങ്ങളാണ് ഈ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഈ ഡിവിഷനിൽ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള യാതൊരുമായ അടിസ്ഥാന സൗകര്യവും ചെയ്യാതെ ലയങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ മാനേജറും ഡിവിഷൻ അധികാരികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കല്ലുകൾ ഒരു കോൺട്രാക്ട് പോലെ ഇവിടെയുള്ള ഒരു തൊഴിലാളിയെ രസ്യകുമാർ എന്ന് പറയും, കണ്ണൻ എന്നറിയപ്പെടുകയും രസ്യകുമാർ എന്ന റിക്കാർഡി പേരുള്ള ഒരു തൊഴിലാളിയെ ഇത് വിറ്റ് കാശാക്കി കമ്മീഷൻ പറ്റുന്ന ഒരു വ്യവസ്ഥയാണ് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പല പ്രാവശ്യം തൊഴിലാളികൾ ഇത് സംഘടിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത തൊഴിലാളികളെ പല രീതിയിലുള്ള മോഷണ കേസുകളിലും ഭീഷണിപ്പെടുത്തുകയും
ഗുണ്ടകളെ പോലെ ഒരു 4-5-6 വാച്ചർമാരെ കമ്പനി നിയോഗിച്ച് അവരെ പീഡിപ്പിച്ചു. അവരുടെ വീടുകളിലും അവരുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഒട്ടുപാലികളിലൊക്കെ വെച്ച് പീഡിപ്പിച്ച് കൊണ്ട് അവരെ എല്ലാം ഭയപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോൾ ഈ മെട്ലയം ഫ്ലോറൻസ് മിഷനിലെ മെട്ലയത്തിലെ ഈ ലയങ്ങൾ ഇപ്പോൾ അവർ പൊളിച്ചു മാറ്റാൻ. ലൈവ് വാർത്ത ആര്യങ്കാവ്. കുളത്തൂപ്പുഴ KMJ സ്കൂളിലെ ചാരിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ചാരിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ സമാഹരിച്ച തുകയാണ് നിർധനരായ രോഗികൾക്ക് ചികിത്സയ്ക്കായി നൽകിയത്. സ്കൂൾ കുട്ടികൾ സമാഹരിച്ച 50,000 രൂപ 7 രോഗികൾക്കായി വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സഫീർ ഷായുടെ അധ്യക്ഷതയിൽ ചാരിറ്റി ക്ലബ് കൺവീനർ സലീം മൌലവി സ്വാഗതം പറഞ്ഞു. സ്കൂൾ ട്രസ്റ്റി അംഗങ്ങളായ അയൂബ്, ഉമ്മർഗണ് റാവുത്തർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊടിയാറ്റുവിള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദിത് ചൈതന്യ നയിക്കുന്ന 25ാമത് ചിത്സ്വരൂപം ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. മുൻമന്ത്രി R. ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ സപ്താഹത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാണിയുടെ ബജറ്റ് അവതരണത്തെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താൽ കിഴക്കൻ മേഖലയിൽ പൂർണ്ണം. നാടെങ്ങും ഇടതിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ. പത്തനാപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന LDF കേരള കോൺഗ്രസ് എം സംഘർഷത്തിന്റെ അലയൊലികൾ അടങ്ങുന്നില്ല. സംഘർഷത്തിന് കാരണക്കാർ മാണി ഗ്രൂപ്പ് പ്രവർത്തകരെന്ന് CPI, മാർക്സിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് പാർട്ടി എന്ന് CR നജീബ്. കിഴക്കൻ മേഖലയിൽ വീണ്ടും അക്വേഷ്യ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നീക്കം. കരാർ പുതുക്കി നൽകാനുള്ള വനം വകുപ്പിന്റെ നീക്കത്തിൽ പ്രതിഷേധം വ്യാപകം. മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോയ ഇളമ്പൽ സ്വദേശി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.